സ്നേഹിതന്മാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ NH-66 ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി ഇപ്പം ഞാനുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ കൂരിയാട്. നമ്മുടെ റോഡൊക്കെ കൂടി ഇടിഞ്ഞു പൊളിഞ്ഞു വീണില്ലേ? ആ കൂരിയാട് ഒരു എലിവേറ്റഡ് ബ്രിഡ്ജ് ഇവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം വർക്ക് ഒരു 60% ഫിനിഷായ മട്ടാണ്. ഇനിയൊക്കെ സ്പീഡ് വർക്കാട്ടോ. ഇത് കണ്ട ഗേഡറൊക്കെ എടുത്തു വെച്ചു കേട്ടോ. ഗേഡർ എടുത്തു വെച്ചു. അപ്പം അതിൻ്റെ കാഴ്ചകൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ കാണിച്ചു തരാം. ഒരു തലക്കന്ന് അങ്ങോട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ ആട്ടോ അറിയിച്ചാളി. ഒന്നും അഭിപ്രായം പറയാനില്ലെങ്കിൽ ഒരു ഹായ് എന്നെങ്കിലും വിട്ടോളി കേട്ടോ. ഇതാടാ, ഇതൊക്കെ പൊളിച്ചത് നമ്മൾ നേരത്തെ കാണിച്ചു. ഇവിടെ വാട്ടർ പാസിൻ്റെ ഭാഗമെല്ലാം ഇടിച്ച് പൊളിച്ചു കഴിഞ്ഞു. ഇവിടുത്തെ അടിയിലുള്ള വേസ്റ്റുകളൊക്കെ എടുത്ത് ഒഴിവാക്കി വൃത്തിയാക്കി വെള്ളം നല്ല വൃത്തിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടില്ല, ഇങ്ങോട്ട് മാത്രം. ഇപ്പോൾ ഒരുപാട് കോൺക്രീറ്റ് കുറേ കട്ട് ചെയ്ത് ഒഴിവാക്കിയത് അതൊക്കെ ആ വെള്ളത്തിൽ നിന്ന് അവിടെ നിന്ന് എടുത്ത് ഒഴിവാക്കി. ഇതാണ് ഫസ്റ്റ് പിയർ കേട്ടോ. കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുമ്പോൾ ഫസ്റ്റ് പിയർ. ആ പിയറിൻ്റെ പിയർ ക്യാപ്പിൻ്റെ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിയർ രണ്ടും വാർത്ത് കഴിഞ്ഞു. ഇനി ഇത് വാർത്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സ്റ്റീൽ ഗേഡറാട്ടോ. ഇതിൻ്റെ മുകളിൽ അവിടെ അങ്ങോട്ട് ആ ഭാഗത്തേക്ക് കോൺക്രീറ്റ് ചെയ്തിട്ട് അവിടെ ഒരു വാൾ വരാനുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ ഫസ്റ്റ് ഗേഡർ സ്റ്റീൽ ഗേഡർ ഈ വാട്ടർ പാസിൻ്റെ മുകളിൽ കൂടി 40 മീറ്റർ നീളം ഉണ്ടാവും സ്റ്റീൽ ഗേഡർ. ഇതിൻ്റെ മുകളിൽ കൂടി ഇപ്പറുള്ള പിയർ ക്യാപ്പിൻ്റെ മുകളിലേക്ക് എടുത്ത് വെക്കാം. നമ്മുടെ KNRCL പൊളിച്ചടക്കിക്കൊണ്ടാണ് വർക്ക് ഫിനിഷിങ്ങിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത്. ഗേഡറൊക്കെ ഇനി 2 ആഴ്ചൻ്റെ ഉള്ളിൽ എല്ലാ ഗേഡറുകളും എടുത്ത് വെച്ച് കഴിയും എന്ന് പ്രതീക്ഷിക്കാം കേട്ടോ. ഇവിടെ ആ ഭാഗത്തുള്ള അപ്പുറത്തെ സൈഡിലുള്ള പിയർ ക്യാപ്പിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം ഫിനിഷായി. ഇനി ആ തലക്കൽ കുറച്ച് വർക്കുണ്ട്. ഇവിടെ വരെ ഇതിൻ്റെ മുകളിൽ ആ ബോക്സിൻ്റെ കോൺക്രീറ്റ് ചെയ്യാണ്ട് പിയറിൻ്റെ മുകളിൽ ഗാഡർ വെക്കുന്ന അവിടെ ചെറിയൊരു പെട്ടി ബോക്സ് കോൺക്രീറ്റ് ചെയ്യാനുണ്ട്. ഈ ഭാഗത്താണ് കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. ആ ഭാഗത്തേക്ക് ഗാഡറുകളൊക്കെ എടുത്തു വെച്ച് തുടങ്ങി. ഗാഡറുകളുടെ കോൺക്രീറ്റ് ഒക്കെ ഏകദേശം കയ്യാറായിട്ടോ. ഒക്കെ കൊളപ്പുറം ഓവർപാസിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തായിട്ട് വാർത്ത് വെച്ച് സൈഡാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഫ്രീ ട്രസ്സിങ് ടെക്നോളജി നമ്മുടെ കേബിൾ വലിച്ച് ടൈറ്റാക്കുന്ന ജോലികളൊക്കെ അവിടെ നടക്കുന്നു. കോൺക്രീറ്റ് കുറച്ചും കൂടിയൊക്കെ കണ്ടിട്ടോ. ഈ ഭാഗത്തെ പിയർ കാപ്പിൻ്റെ വർക്ക് ഏകദേശം അതുവരെ തന്നെ കഴിഞ്ഞതാട്ടോ. ഈ ഭാഗത്തൊട്ടിട്ട് ഈ ഭാഗം വരെ ഒരു 5 സ്പാൻ്റെ, അതിൽ 3 സ്പാൻ്റെ ഇടയിലായിട്ടാണ് ഇപ്പോൾ അവർ ഗാഡർ എടുത്ത് വെച്ചത്. ഒരു സ്പാനിൻ്റെ മുകളിൽ ഒരു പിയറിൻ്റെ മുകളിൽ ഗ്യാപ്പിൽ 5 ഗാഡർ, 70 ടൺ വെയിറ്റ് വരുന്ന ഗാഡർ. 70 ടണ്ണ് ആണെന്നുണ്ടെങ്കിൽ 5×35 350 ടണ്ണ് കോൺക്രീറ്റ് തന്നെ ആ 2 പിയറിൻ്റെ മുകളിലായിട്ട് വെയിറ്റ് വന്നു അല്ലേ. അതുകൂടാതെ ഇനി അതിൻ്റെ മുകളിൽ സ്ലാബ് വാർക്കൽ, ക്രാഷ് ബാരിയർ ഒക്കെ കൂടി ഒരു 400 ടണ്ണും ഇനിയും അതിൻ്റെ ഉള്ളിൽ വെയിറ്റ് കൂടും. പിന്നെ അതുകൂടാതെ കുറേ വാഹനങ്ങൾ പോകുന്ന വെയിറ്റ് ഒക്കെ കൂടി ഈ 2 പിയറിൻ്റെ ഉള്ളായിട്ട് ഒരു 800 ടണ്ണ് മിനിമം കാണേണ്ടി വരും അല്ലേ. ഒക്കെ നമ്മളുടെ ഊഹമായിട്ടുള്ളൊരു കണക്കാട്ടോ. ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ 2 പിയറും ഇത്ര വെയിറ്റ് താങ്ങാൻ പറ്റുന്നുള്ളതൊക്കെ അവരെ ടെസ്റ്റിങ്ങിലൂടെ ഒക്കെ മനസ്സിലായിട്ടുണ്ടാകും. ആ ഗാഡർ ഇപ്പോൾ തൽക്കാലം സപ്പോർട്ട് ചെയ്ത് അവിടെ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുകയാണ്. ഇനി അതിൻ്റെ ഇടയിൽ കൂടി ഒരു കോൺക്രീറ്റ് വരാണ്ട് സപ്പോർട്ടായിട്ട് അതൊക്കെ അവരിങ്ങനെ ബാക്കിയുള്ള ഗാഡറും കൂടിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടായിരിക്കും അത് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ അതുപോലെ പിയർ ക്യാപ്പിൻ്റെ കോൺക്രീറ്റ് ഇതിൻ്റെത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു സൈറ്റിൽ ഒരു കമ്പനീൻ്റെ സ്റ്റീലുകൾ, ഇവർക്കൊക്കെ ഈ സ്റ്റീല്
സ്റ്റെപ്പുകൾ വിറ്റാൽ തന്നെ ഒരു 3-4 തലമുറക്ക് ജീവിക്കാനുള്ള സ്വത്തുണ്ടാവും. അല്ലല്ലോ, ബിസിനസ്സല്ല, ബിസിനസ്. കുറേ ആളുകൾക്ക് ജോലി വേണ്ടേ, അവർക്ക് സ്വന്തം ജീവിച്ചാൽ മതി അല്ലേ. ഈ സ്റ്റീലുകൾ, ഇവരെ വർക്കിന് ഉപയോഗിക്കുന്ന സ്റ്റീലുകളുടെ ഇത് നോക്കുമ്പോൾ അതിശയാകും. അതുകൊണ്ട് പറഞ്ഞാട്ടോ, ഇവിടെ ഇതിൻ്റെ പിയർ ക്യാപ്പ് വർക്ക് കഴിഞ്ഞിട്ട് അതിൻ്റെ അടിച്ച ആ സെൻട്രിങ് വാലകളൊക്കെ അയച്ചൊഴിവാക്കുന്ന ജോലിയിലാണ്. ഇതാട്ടോ ക്രെയിന്. ഇതിന് 150 ടണ്ണ് പൊക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഈ ക്രെയിനിന്. 150-200 നല്ല കപ്പാസിറ്റി ഉള്ള ക്രെയിനാട്ടത്. നല്ല ഉയരത്തിൽ പൊങ്ങും ചെയ്യും. നമ്മുടെ വളാഞ്ചേരി വയഡക്റ്റ് ബ്രിഡ്ജിൻ്റെ 32 മീറ്റർ ഉയരത്തിലേക്ക് വെച്ച ഇതിൻ്റെ ഉയരം കുറച്ച് കേട്ടോ, കുറച്ചും കൂടി മുകളിലേക്കുള്ളതൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് അയച്ച് മാറ്റണമായിരിക്കില്ല അത്. യെസ്, 32 മീറ്റർ ഉയരത്തിലേക്കുള്ള ഗാഡർ എടുത്ത് വെച്ചല്ലേ. 32 മീറ്റർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 നില ബിൽഡിങ്ങിൻ്റെ ഉയരം അല്ലേ. അത് വല്ലാത്തൊരു സംഭവ ബ്രിഡ്ജ് തന്നെ കേട്ടോ, വളാഞ്ചേരി വയഡക്റ്റ് ബ്രിഡ്ജ്. അത് വേറെ ലെവൽ തന്നെ, ഒന്നും പറയാനില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ 2 പിയർ ക്യാപ്പുകൾ വാർത്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഇനി അതിൻ്റെ മുകളിലെ ആ ഒരു ബോക്സുകൾ വാർക്കാനുള്ള ജോലികൾ. ഒക്കെ വലിയ ക്രെയിനിൻ്റെ മുകളിലാണ് സാധനങ്ങളൊക്കെ അങ്ങോട്ട് കയറ്റി കൊടുക്കുന്നത്. അടിപൊളി. ഫുൾ ജോലിക്കാരല്ല കേട്ടോ, ജോലിക്കാർ നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ്. ഇപ്പം നട്ടുച്ച സമയമാണ്. കുറേയൊക്കെ റെസ്റ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ജോലിക്ക് ഇറങ്ങിയ ആളുകളാണ്. ഓരോ കുറഞ്ഞ ജോലിക്കാർക്കും ഓരോ സൂപ്പർവൈസർമാർ നിർബന്ധമായിട്ടുണ്ടാകും. 2-3 എഞ്ചിനീയർമാരും ഉണ്ടാകും ഇതുപോലുള്ള ഒരു ബ്രിഡ്ജ് വർക്കിൽ. എന്തായാലും നമ്മുടെ കൂരിയാട് ഏരിയയിലുള്ള ആളുകൾക്ക് ഈ വയഡക്റ്റ് ബ്രിഡ്ജ് ആയതും കൊണ്ട് ഒരുപാട് സൗകര്യം കേട്ടോ. ഒരുപാട് സൗകര്യം തന്നെ ഉണ്ടെങ്കിൽ പാർക്കിംഗ് സൗകര്യം തന്നെ ഒരുപാടുണ്ടാവും. ഇരുമ്പ് സാമഗ്രികളൊക്കെ അതിലേക്ക് കയറ്റുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ ഇതൊക്കെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ. യെസ്, ഇത് മറ്റേ നമ്മുടെ പിയർ വാർത്ത അതിൻ്റെ ബാക്കി സാധനങ്ങളാട്ടോ. അതൊക്കെ അയച്ചൊഴിവാക്കിയിട്ട് ഇവിടുന്ന് നാട് കടത്താണ് അവർ. പിയറിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞില്ലേ, അവിടുത്തെ കഴിഞ്ഞതാണ്. ഈ ഭാഗത്തെ ഫുള്ള് പിയറിൻ്റെ വർക്ക് കഴിഞ്ഞു. പിയർ ക്യാപ്പ് ഇനി ഈ ഭാഗത്തേക്ക് 1, 2, 3 പിയർ ക്യാപ്പും കൂടി വാർക്കാനുള്ളൂ. അത് ഈ ആഴ്ച കൊണ്ട് ഫിനിഷാവും. ഈ ആഴ്ച തന്നെ കുറേ ഭാഗം ഗേഡറുകളും എടുത്തു വെച്ച് തുടങ്ങും. അപ്പോൾ അതും അങ്ങോട്ട് ഫിനിഷിങ്. പിന്നെ നമ്മുടെ ഡാക്ക് ഷീറ്റ് വെച്ച് സ്ലാബ് വാർക്കുന്ന ജോലി. ഡാക്ക് ഷീറ്റ് വെച്ച് വെക്കൽ ഒരു സിമ്പിൾ പരിപാടിയാണ്. അതിൻ്റെ മുകളിൽ കമ്പി കെട്ടണമാണ് കുറച്ചുകൂടി ടാസ്ക്. ജോലിക്കാർ കൂടുതലുണ്ടെങ്കിൽ അതും ഒരു സിമ്പിൾ വർക്ക് തന്നെ കേട്ടോ. ഇവിടെ നല്ലൊരു ബോക്സായിട്ട് അവിടെ പൊളിഞ്ഞ ഭാഗത്തുനിന്ന് നമ്മുടെ അണ്ടർപാസിൻ്റെ 2 സൈഡിനെ യോജിപ്പിച്ചുകൊണ്ട് ഒരു കോൺക്രീറ്റിൻ്റെ ബോക്സ് തന്നെ അവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കാണ് ഗേഡർ എടുത്ത് വെക്കാനുള്ളത് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് വളവായതുകൊണ്ട് മൊത്തത്തിൽ ഈ ഭാഗത്തേക്ക് സ്ലോപ്പായിരിക്കും. അതുകൊണ്ട് അവിടെ 2 സ്റ്റെപ്പായിട്ട് കാണുന്നത്. അതവർ ഗേഡർ വെക്കുന്ന സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ 2-3 വരിപ്പാതകൾ 2ഉം വേറെ തന്നെയല്ലേ. അപ്പം അതുകൊണ്ട് അവിടുന്ന് അപ്പുറത്തെ ഭാഗത്തുള്ളത് ഹോൾസിലൂടെ വെള്ളം ഇപ്പുറത്തേക്ക് വരുന്ന രീതിയിലായിരിക്കും. എന്തായാലും ഇവിടുത്തെ വർക്ക് തുടങ്ങിയതിന് ശേഷം മഴക്കാലൊന്ന് പിടുത്തം വിട്ടതിന് ശേഷം പിന്നെ ഇവിടെ ബ്ലോക്കും കാര്യമൊന്നുമില്ല. സർവീസ് റോഡിലൂടെ വാഹനങ്ങളൊക്കെ ഉഷാറായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ ബ്ലോക്കുകളൊന്നും ഇവിടെ കാണുന്നില്ല കേട്ടോ. അടിപൊളി.
എന്തായാലും സ്നേഹിതന്മാരെ, ഇത് നമ്മുടെ വലിയൊരു നഷ്ടം തന്നെ ആയിരുന്നു. നമ്മുടെ KNRCL ഇവിടെ റോഡ് പൊളിക്കേണ്ടി വന്നത്. പക്ഷേ ആ ടാസ്ക് അവർ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ തീരുമാനിക്കല നിവർത്തില്ല. എന്നാലും അതവർ ഉഷാറായിട്ട് ഫിനിഷ് ചെയ്യുന്ന കാഴ്ച നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു കേട്ടോ. അടിപൊളി. ഇത് ഫുള്ള് RE ബ്ലോക്ക് വെച്ച് 30 അടിയോളം ഉയരണ്ടായിരുന്നു കേട്ടോ അവിടെ മണ്ണിട്ട് നിരത്തിക്കൊണ്ട്. അതൊക്കെ എത്ര പെട്ടെന്നാണ് അത് സീറോ ഗ്രൗണ്ടായി മാറിയത്. ആ മണ്ണുകളൊക്കെ പല ഭാഗത്തേക്ക് പോയി. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം മഴക്കാലത്തായിരുന്നു വലിയ ടാസ്ക്. ഈ പൈലിംഗ് ജോലികളൊക്കെ ചളി പിടിയൊക്കെ കൂടി കഴിഞ്ഞ് ഇപ്പോൾ ഒരു പ്രശ്നമില്ല. ഇനി റിസ്ക് ഉള്ള പണികളൊന്നുമില്ല. ഇനി ഇതിൻ്റെ മുകളിൽ ഇനി ഏത് മഴ വന്നാലും വർക്ക് എടുക്കാൻ പറ്റിയ രീതിയിലാണ്. ഇപ്പം ഇനി എന്തായാലും മഴ ഇല്ലല്ലോ, അതിനെ മഴക്കാലം പെടുത്താൻ പറ്റിയില്ലേ, അതിനെക്കൊണ്ട് വിഷയമല്ല. അണ്ടർപാസിലൂടെ ഒക്കെ വാഹനങ്ങൾ ഉഷാറായിട്ട് പോകുന്നുണ്ട്. ഇത്രയും ഭാഗം പൊളിഞ്ഞിട്ടും അണ്ടർപാസിനൊന്നും ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ലായിരുന്നുണ്ടോ, ഒരു ക്രാക്ക് പോലും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഒരു പ്രശ്നവുമില്ല. ഇനി നമ്മുടെ ഈ മലപ്പുറം KNRCL ഈ വർക്കിൽ രാമനാട്ടുകര വളാഞ്ചേരി റീച്ചിൽ ഇതും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ടോള് ഓപ്പൺ ആക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. എന്തായാലും ഒരു 3 മാസം 4 മാസത്തിൻ്റെ ഉള്ളിൽ ഈ ബ്രിഡ്ജിൻ്റെ വർക്ക് തീരുന്നതായിരിക്കും കേട്ടോ. അവിടെ പൊളിച്ചടക്കുന്ന ജോലിയാണ്. അപ്പോൾ സ്നേഹിതന്മാരെ, ഇതൊക്കെയാണ് കൂരിയാട് വർക്കിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.